ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ അടുത്തിടെ ചോദിച്ചിട്ടുള്ള PSC പരീക്ഷയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ഫെബ്രുവരി, ജനുവരി, ഡിസംബർ മാസത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്താൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ PDF വായിച്ച് നോക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. PDF അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. 2023 ജനുവരിയിൽ ലോക സാമ്പത്തിക ഉച്ചകോടിക്ക് വേദിയായത് സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ് ലോക സാമ്പത്തിക ഉച്ചകോടിക്ക് വേദിയായത്. ഇനി അടുത്തിടെ നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് 2023 ജനുവരിയിൽ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? കൊല്ലം ജില്ലയാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം. 2023 ജനുവരിയിൽ US-ൽ നടന്ന മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയത് ആരാണ്? അപ്പോ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരം 2023 ജനുവരിയിൽ നടന്നത് USA-യിലാണ്. ആർബോണി ഗബ്രിയേൽ എന്ന് പറയുന്ന USA-കാരിക്കാണ് എന്ത് കിട്ടിയത്? മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയത്. ഇനി മിസ് യൂണിവേഴ്സ് ഓർഗനൈസേഷൻ ഉടമസ്ഥാവകാശം ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ ആൻ ജാക്കഫോങ് സ്വന്തമാക്കിയ ശേഷം നടക്കുന്ന ആദ്യത്തെ മത്സരമാണ്. ഇത്തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആള് പങ്കെടുത്തു. ദിവിത റായി ആണ്. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാവുന്നത് ഏതൊക്കെയാണ്? ഇന്ത്യയിലെ 2023 ജനുവരിയിലെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരം നടന്നത് എവിടെ? US-ല്. ആരാണ് കിരീടം നേടിയത്? USA-കാരിയായ ആർബോണി ഗബ്രിയേല്. ഇതിന്റെ ഉടമസ്ഥാവകാശം നിലവിൽ ഇപ്പോ ആർക്കാണ്? ഏത്? മിസ് യൂണിവേഴ്സ് ഓർഗനൈസേഷന്റെ ഉടമസ്ഥാവകാശം ഇപ്പൊ ആർക്കാണ്? അത് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ ആൻ ജാക്കഫോങ്ങിനാണ്. ഇനി ഇത്തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തത് ആര്? ദിവിത റായി. ആരാണ്? ദിവിത റായി. 2023 ജനുവരിയിൽ ഏകദിന ക്രിക്കറ്റിന്റെ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയ ടീം എന്ന റെക്കോർഡ് നേടിയത് ഇന്ത്യയാണ്. അപ്പോ റൺസ് നോക്കിയപ്പോൾ ഏറ്റവും വലിയ വിജയം നേടിയ ടീം എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? ഇന്ത്യയാണ്. തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ശ്രീലങ്കയെ 317 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. 2023 ജനുവരിയിൽ ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം എന്ന റെക്കോർഡ് നേടിയത് വിരാട് കോഹ്ലിയാണ്. അതായത് ഇന്ത്യയുടെ മണ്ണില് 2023 ഏറ്റവും അധികം സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം എന്ന റെക്കോർഡ് നേടിയത് വിരാട് കോഹ്ലിയാണ്. ഒരു ടീമിനെതിരെ ഏറ്റവും അധികം സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം എന്ന റെക്കോർഡും കോഹ്ലിയുടെ പേരിലാണ്. ഒരു ടീമിനെതിരെ ഏറ്റവും അധികം സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം എന്ന റെക്കോർഡും ആർക്കാണ്? കോഹ്ലിക്കാണ്. 2023 ജനുവരിയില് മധ്യപ്രദേശിലെ മെയ്ഹാറിൽ നടന്ന അഖിലേന്ത്യാ ഇൻഡിപെൻഡൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയത് കേരളത്തിന്റെ ക്ലബാണ് ട്രാവൻകൂർ റോയൽസ് ആണ്. ഏതാണ്? ട്രാവൻകൂർ റോയൽസ് ആണ് അഖിലേന്ത്യാ ഇൻഡിപെൻഡൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയത്. 2023 ജനുവരിയില് ഭരണവിരുദ്ധ പ്രക്ഷോഭം നിയന്ത്രണാതീതമായതിനെ തുടർന്ന് 20 ദിവസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം പെറു ആണ്. ഇപ്പൊ പെറുവിലാണ് 20 ദിവസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. എന്തിനാണ്? ഭരണവിരുദ്ധ പ്രക്ഷോഭം നിയന്ത്രണാതീതമായതിനെ തുടർന്നാണ് 20 ദിവസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. രാജ്യം പെറു. 2023 ജനുവരിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റുഡന്റ് റൺ ഫെസ്റ്റിവലായ സാരംഗിന്റെ 28ാമത് പതിപ്പിന് വേദിയായത് ഏതാണ്? IIT മദ്രാസ് ആണ്. IIT മദ്രാസ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റുഡൻസ് റൺ ഫെസ്റ്റിവൽ ആണ്. ഏത് റൺ-അപ്പ് ഫെസ്റ്റിവൽ ആണ്? സാരംഗ്. ഇതിന്റെ 28ാമത് പതിപ്പിന് വേദിയായത് IIT മദ്രാസ് ആണ്. മൊബൈൽ ഇന്റർനെറ്റ് വേഗതയിൽ ആഗോളതലത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഖത്തറാണ്. മൊബൈൽ ഇന്റർനെറ്റ് വേഗതയിൽ ആഗോളതലത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഖത്തർ. അടുത്തത് 2023 ജനുവരിയിൽ മദ്യം വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. 21 വയസ്സായിരുന്നു, അതിൽ നിന്നും 18 വയസ്സാക്കാൻ തീരുമാനിച്ചത് ആരാണ്? കർണാടകയാണ്. 2023 ജനുവരിയിൽ ആലപ്പി രംഗനാഥ് ഭാസ്റ്റർ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ സ്വാമി സംഗീത പുരസ്കാരം നേടിയ മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി K ജയകുമാർ ആണ്. അപ്പോ ആലപ്പി രംഗനാഥിന്റെ സ്വാമി സംഗീത പുരസ്കാരം കിട്ടിയത് 2023 K ജയകുമാറിനാണ്. 2023 ജനുവരിയിൽ മാക്ക് ബിഹു കേൾക്കുമ്പോൾ തന്നെ അറിയാം, ബിഹു കൊയ്ത്തുത്സവം നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഇന്ത്യൻ സംസ്ഥാനം? അസം ആണ്. അസം. അടുത്ത ചോദ്യം, 2023 ജനുവരിയിൽ യത്താം നഗർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്
കെവാദിയ റെയിൽവേ സ്റ്റേഷൻ ഗുജറാത്ത് ആണ്. ഗുജറാത്തിലെ കെവാദിയ റെയിൽവേ സ്റ്റേഷനാണ് എത്താം നഗർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തത്. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വിറ്റഴിക്കപ്പെടുന്ന നോൺ ഫിക്ഷൻ പുസ്തകം എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് സ്പെയർ ആണ്. സ്പെയർ ഹാരി രാജകുമാരന്റെ ആത്മകഥയാണ് സ്പെയർ. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഹാരി രാജകുമാരന്റെ ആത്മകഥയുടെ പേരെന്ത്? സ്പെയർ. പ്രത്യേകത എന്താണ്? ലോകത്തെ ഏറ്റവും വേഗത്തിൽ വിറ്റഴിക്കപ്പെടുന്ന നോൺ ഫിക്ഷൻ പുസ്തകം എന്ന ഗിന്നസ് റെക്കോർഡാണ് സ്പെയർ സ്വന്തമാക്കിയത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ യാത്രികരെ തിരികെ കൊണ്ടുവരാൻ പുതിയ പദ്ധതിയുമായി റഷ്യ. നിലയത്തിലെ പേടകത്തിന് ഉൽക്ക മൂലം ആഘാതം സംഭവിച്ചു തുടർന്നുണ്ടായ പ്രതിസന്ധിയാണ്. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? അതായത് ഈ ബഹിരാകാശ നിലയത്തില് ഉൽക്ക മൂലം ആഘാതം സംഭവിച്ചു ഒരു പ്രതിസന്ധി ഉണ്ടായി. അതിനെ തുടർന്നാണ് റഷ്യ ഇങ്ങനെ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ യാത്രികരെ തിരികെ കൊണ്ടുവരാൻ പുതിയ പദ്ധതിയിട്ട രാജ്യം ഏത്? ഏതാണ്? റഷ്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഗെയിം എക്സലൻസ് സെന്റർ ആരംഭിച്ചത് എവിടെയാണ്? ഓൺലൈൻ ഗെയിം എക്സലൻസ് സെന്റർ ആരംഭിച്ചത് ഷില്ലോങ്ങിലാണ്, മേഘാലയയിലാണ് ഷില്ലോങ്. ഓക്കെ. ഇന്ത്യൻ ജപ്പാൻ സംയുക്ത വ്യോമ അഭ്യാസത്തിന്റെ പേര് വീർ ഗാർഡിയൻ ആണ്. ഇന്ത്യൻ ജപ്പാൻ സംയുക്ത വ്യോമ അഭ്യാസമാണ് വീർ ഗാർഡിയൻ. അപ്പൊ വീർ ഗാർഡിയൻ ആരൊക്കെ തമ്മിലുള്ള സംയുക്ത വ്യോമ അഭ്യാസമാണെന്ന് ചോദിക്കും. ഇന്ത്യയും ജപ്പാനും. 75ാമത് കരസേനാ ദിന പരേഡ് നടന്നത് ബംഗളൂരു ആണ്. നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ ചെന്നൈ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ തെറ്റ് തിരുത്തുക. 75ാമത് കരസേനാ ദിന പരേഡ്. ഇതിനു മുന്നേ വരെയുള്ള എല്ലാ കരസേനാ ദിന പരേഡും ഡൽഹിയിലാണ് നടന്നത്. ഡൽഹിയെ കൂടാതെ അല്ലെങ്കിൽ ഡൽഹിയെ ഒഴിച്ച് നിർത്തിയിട്ട് മറ്റൊരു ഇന്ത്യൻ സ്ഥലത്ത് കരസേനാ ദിന പരേഡ് നടന്നത് 75ാമത് കരസേനാ ദിന പരേഡാണ് ബംഗളൂരുവിലാണ്. ദേശീയ യുദ്ധ സ്മാരകം ഏതാണ്? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്. ദേശീയ യുദ്ധ സ്മാരകം ന്യൂഡൽഹിയിലാണ്. സംയുക്ത സൈനിക മേധാവി നിലവിൽ ആരാണ്? അനിൽ ചൗഹാൻ ആണ്. വ്യോമസേനാ മേധാവി VR ചൗധരി. ചൗധരി എയറിൽ എന്ന് പഠിച്ചാൽ മതി. എയർ എന്ന് പറയുമ്പോൾ വ്യോമസേന, അപ്പൊ VR ചൗധരി. നാവികസേനാ മേധാവി R ഹരികുമാർ ആണ്. കരസേനാ മേധാവി ആരാണ്? മനോജ് പാണ്ഡെ ആണ്. കരസേനാ മേധാവി മനോജ് പാണ്ഡെ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല നേരത്തെ നമ്മൾ പറഞ്ഞു കൊല്ലമാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ പഞ്ചായത്ത് ഏതെന്ന് ചോദിക്കും. അതായത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഭരണഘടനാ സാക്ഷരത നേടിയ പഞ്ചായത്താണ് കുളത്തൂപ്പുഴ. ഏതാണ്? കുളത്തൂപ്പുഴ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 60ന്റെ നിറവിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 60 വർഷമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരംഭിച്ചിട്ട്. സാഹിത്യ പരിഷത്ത് ആരംഭിച്ചത് 1962ലാണ്. 1962 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. 2023 ജനുവരിയിൽ സജീവ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ താരമാണ് ഹാഷിം ആംല. പരീക്ഷയ്ക്ക് ചോദിക്കും ഹാഷിം ആംല ഏത് രാജ്യക്കാരനാണ്? ദക്ഷിണാഫ്രിക്കൻ താരം, ക്രിക്കറ്റ് താരമായിരുന്നു. ആര്? ഹാഷിം ആംല. 2023 ജനുവരിയിൽ US-ലെ മേരിലാൻഡിന്റെ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജ ആയത് ആരാണ്? അരുണ മില്ലർ ആണ്. US-ലെ മേരിലാൻഡിന്റെ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് അരുണ മില്ലർ. 2023 ജനുവരിയിൽ ലോകത്തെ ഏറ്റവും മൂല്യമേറിയ ബ്രാഞ്ചായി മാറിയത് ആമസോൺ ആണ്. ബ്രാഞ്ച് അല്ല, ബ്രാൻഡായിട്ട് മാറിയത് ആമസോൺ ആണ്. നേരത്തെ 1ാം സ്ഥാനത്തായിരുന്നത് ആപ്പിൾ ആണ്. ആപ്പിള് നിലവിൽ 2ാം സ്ഥാനത്താണ്. ഇനി ഇന്ത്യൻ ബ്രാൻഡിൽ ഒരെണ്ണം 100 എണ്ണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ടാറ്റ ഗ്രൂപ്പ് ആണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡ് ആമസോൺ ആണ്. 2ാം സ്ഥാനം ആപ്പിളിനാണ്. ടാറ്റ ഗ്രൂപ്പ് ആദ്യത്തെ 100 സ്ഥാനങ്ങൾക്കുള്ളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ബ്രാൻഡ്. 2023 ജനുവരിയിൽ ഇന്ത്യയിൽ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം എന്ന നേട്ടത്തിന് അർഹനായത് രോഹിത് ശർമ്മയാണ്. ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതാണ് ആര്? രോഹിത് ശർമ്മ. മഹേന്ദ്ര സിംഗ് ധോണിയുടെ പേരിലായിരുന്ന റെക്കോർഡാണ് രോഹിത് ശർമ്മ തകർത്തത്. 2023 ജനുവരിയിൽ കേരള സർക്കാരിന്റെ ന്യൂഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിതനാകുന്നത് KV തോമസ് ആണ്. KV തോമസ് ആണ് കേരള സർക്കാരിന്റെ ന്യൂഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിതനായത്. ആരാണ്? KV തോമസ്. പൊന്മുടി വന്യജീവി സങ്കേതം എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരമാണ്. 2023 ജനുവരിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലകളിലും ആർത്തവാവധിയും പ്രസവാവധിയും പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? ഏതാണ്? കേരളമാണ്. എല്ലാ സർവകലാശാലകളിലും ആർത്തവ അവധി. 2023 ജനുവരിയിൽ വേൾഡ് ഓഫ് സ്റ്റാറ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും ധനികനായ നടൻ ആരാണ്?
ഷാരൂഖ് ഖാൻ ആണ്. വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരമാണ് ഏറ്റവും ധനികനായ നടൻ ഷാരൂഖ് ഖാൻ. ഇനി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ധനികനായ നടനും ഷാരൂഖ് ഖാൻ ആണ്. ഓക്കെ, ഏഷ്യയിലെ ഏറ്റവും ധനികനായ നടൻ, അപ്പൊ ഇന്ത്യയിലെയും ഏറ്റവും ധനികനായ നടൻ ഷാരൂഖ് ഖാൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ധനികനും ഷാരൂഖ് ഖാൻ ആണ്. 2023 ജനുവരിയിൽ പുറത്തു വന്ന ലോകത്തെ ഏറ്റവും മികച്ച ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ പട്ടികയായ ബ്രാൻഡ് ഗാർഡിയൻഷിപ്പ് ഇൻഡെക്സ് ഇന്ത്യക്കാരിൽ 1ാം സ്ഥാനത്തെത്തിയത് മുകേഷ് അംബാനിയാണ്. ആഗോളതലത്തിൽ 2ാം സ്ഥാനത്താണ് മുകേഷ് അംബാനി. ജെൻസൺ ഹുവാങ് ആണ് ആഗോളതലത്തിൽ 1ാം സ്ഥാനത്തുള്ളത്. അപ്പൊ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത് ആരാണ്? പിന്നെ ഇന്ത്യക്കാരിൽ 1ാം സ്ഥാനത്തുള്ളത് മുകേഷ് അംബാനിയും 2ാം സ്ഥാനത്തുള്ളത് എന്താണ് ലോകം നോക്കുവാണെങ്കിൽ 2ാം സ്ഥാനത്തുള്ളത് മുകേഷ് അംബാനി. ആഗോളതലത്തിൽ 1ാം സ്ഥാനത്തുള്ളത് ജെൻസൺ ഹുവാങ് ആണ്. 2023 ജനുവരിയിൽ ഓറഞ്ച് നിറത്തിലുള്ള പെയിന്റഡ് ബാറ്റ് എന്നറിയപ്പെടുന്ന അത്യപൂർവ ഇനം വവ്വാലിനെ കണ്ടെത്തിയ ദേശീയ ഉദ്യാനം ഏത്? ഛത്തീസ്ഗഡിലെ കാങ്കർവാലി ദേശീയോദ്യാനമാണ്. അപ്പൊ ഛത്തീസ്ഗഡിലാണ് ഏത്? കാങ്കർവാലി ദേശീയോദ്യാനം. എന്താണ് കണ്ടെത്തിയത്? അത്യപൂർവമായ പെയിന്റഡ് ബാറ്റ് എന്ന വവ്വാലിനെ കണ്ടെത്തി, ഓറഞ്ച് നിറത്തിലുള്ള. 2023 ജനുവരിയിൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ ഡയറക്ടറായി നിയമിതനായത് പ്രവീൺ ശർമ്മയാണ്. നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ ഡയറക്ടറായിട്ട് നിയമിതനായത് പ്രവീൺ ശർമ്മ. കേരളത്തിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ്. ഏതാണ്? ഓപ്പറേഷൻ ആഗ് ആണ്. ഗുണ്ടകളെ ആഗ് ഗുണ്ട അങ്ങനെ പഠിച്ചു വെക്കുക. കേരളത്തിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കാവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഭരോസ് ആണ്. ഭരോസ് ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കാവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സ്റ്റാർട്ടപ്പ് മെന്റർഷിപ്പ്, സഹായം, പിന്തുണ എന്നിവയ്ക്കായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ഒരു ഏകജാലക പ്ലാറ്റ്ഫോമാണ് മാർഗ്. അപ്പൊ സ്റ്റാർട്ടപ്പ്, നമുക്കൊരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ അതിന്റെ സഹായവും പിന്തുണയും നൽകുന്ന ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ഒരു ഏകജാലക പ്ലാറ്റ്ഫോമാണ് മാർഗ്. ഒരു വഴി എന്നുള്ള അർത്ഥത്തിൽ മാർഗ്. 2023 ജനുവരി 23 കമ്മീഷൻ ചെയ്യുന്ന നാവികസേനയുടെ 5ാമത്തെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയാണ് വാഗിർ. അപ്പോൾ 2023 ജനുവരി 23 കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ 5ാമത്തെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനി ഏത്? വാഗിർ ആണ്. മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ 2020 ഫോട്ടോഗ്രാഫി പുരസ്കാരം ലഭിച്ചത് അനിൽ കുമാറിനാണ്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കേരളമാണ്. കേരളമാണ് പുനഃസംഘടിപ്പിക്കുന്നത്. ടാക്സ് പേയർ സർവീസ്, ഓഡിറ്റ്, ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് എന്നീ വിഭാഗങ്ങളായിട്ടാണ് പുനഃസംഘടിപ്പിച്ചത്. GST നിലവിൽ വന്നത് എന്നാണ്? 2017 GST നിലവിൽ വന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ജന്മവാർഷികമായി ആയ ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷികം. ഇന്ന് കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റ് പ്രസംഗിക്കാൻ അവസരം ലഭിച്ച മലയാളി ആര്? എം രോഹിണിയാണ്. മലയാളി പെൺകുട്ടിയാണ് രോഹിണി. അപ്പൊ രോഹിണി ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷികമായ ജനുവരി 23 കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ച മലയാളിയാണ് രോഹിണി. ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡിന് അർഹയായത് മരിയ ബ്രെന്യാസ് മൊറേറയാണ്. ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡിന് അർഹയായത് മരിയ ബ്രെന്യാസ് മൊറേറെ. ബാഫ്ത അവാർഡിന്റെ ചുരുക്ക പട്ടികയിൽ ഇടം നേടി ഇന്ത്യയിൽ നിന്നുള്ള ഡോക്യുമെന്ററിയാണ് ഓൾ ദാറ്റ് ബ്രീത്സ്. അത് നിങ്ങൾ കേട്ടതാണ്. ഡോക്യുമെന്ററിക്ക് എന്തുവരെ കിട്ടി? ഓസ്കാർ വരെ കിട്ടിയതാണ് ഓൾ ദാറ്റ് ബ്രീത്സ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം അമേരിക്ക. ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് നീൽമണി ഭുക്കൻ അന്തരിച്ചു. 2021 ജ്ഞാനപീഠ പുരസ്കാരം അല്ലെങ്കിൽ 62ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് നീൽമണി ഭുക്കനാണ്. നീൽമണി ഭുക്കൻ അസ്സാമിസ്റ്റ് ആണ്. അസ്സാം എഴുത്തുകാരനാണ്. ആര്? നീൽമണി ഭുക്കൻ. അപ്പൊ മറക്കരുത്, 2021 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ നീൽമണി ഭുക്കനാണ്. 2023 ജനുവരിയിൽ ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ താരം എന്ന റെക്കോർഡിന് അർഹനായത് ഇന്ത്യൻ താരം ശുഭമാൻ ഗില്ലാണ്. 2023 ജനുവരിയിൽ ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ താരം എന്ന റെക്കോർഡിന് അർഹനായ ഇന്ത്യൻ താരമാരാണ്? ശുഭമാൻ ഗില്ലാണ്. 2023 ജനുവരിയിൽ കേരളത്തിലെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞു, ഓപ്പറേഷൻ ആഗ് ആണ്. ഓപ്പറേഷൻ ആഗിന്റെ ഫുൾ ഫോം എന്താണ്? ആക്സിലറേറ്റഡ് ആക്ഷൻ എഗൈൻസ്റ്റ് ഗൺസ്. ഓക്കെ,
2023 ഫെബ്രുവരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ത്രിപുര, മേഘാലയ, നാഗാലാൻഡ്. ത്രിപുര, മേഘാലയ, നാഗാലാൻഡ്. 2023 ജനുവരിയിൽ ഇന്ത്യയുടെ G20 അധ്യക്ഷ പദത്തിന് കീഴിലുള്ള ആരോഗ്യ പ്രവർത്തക സമിതിയുടെ ആദ്യ യോഗത്തിന് വേദിയായത് എവിടെ? കോവളം. G20 അധ്യക്ഷ പദത്തിന് കീഴിലുള്ള ആരോഗ്യ പ്രവർത്തക സമിതിയുടെ ആദ്യ യോഗമാണ് കോവളത്ത് കൂടിയത്. 2023 ജനുവരിയിൽ 4 വർഷത്തെ വിലക്കിന് ശേഷം മാർവൽ സീരീസ് സിനിമകൾക്ക് പ്രദർശന അനുമതി നൽകിയ രാജ്യം ഏതാണ്? ചൈനയാണ്. അപ്പോ മാർവൽ സീരീസ് സിനിമകൾക്ക് പ്രദർശനാനുമതി നൽകിയ രാജ്യം ചൈനയാണ്. 2023 ജനുവരിയിൽ ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട യുക്രൈൻ ഇപ്പൊ വളരെ കാര്യമായിട്ട് നടക്കുകയാണ്, യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് യുക്രൈൻ. ആ യുക്രൈന്റെ ആഭ്യന്തരമന്ത്രി അപകടത്തിൽപ്പെട്ടു, എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഡെന്നിസ് മൊണസ്റ്റിർക്കസി ആണ്. ആരാണ്? ഡെന്നിസ് മൊണസ്റ്റിർക്കസി. ദെൻ 2023 ജനുവരിയിൽ ഓൺലൈൻ വിൽപ്പന രംഗത്ത് പുതിയ വിപണന തന്ത്രങ്ങൾ ഒരുക്കുന്നതിനായി കേരളത്തിൽ നിന്നും കേന്ദ്ര കൊമേഴ്സ് ശൃംഖലയുടെ ഭാഗമാൻ ഒരുങ്ങുന്നത് കുടുംബശ്രീയാണ്. 2023 ജനുവരിയിൽ ഓൺലൈൻ വിൽപ്പന രംഗത്ത് പുതിയ വിപണന തന്ത്രങ്ങൾ ഒരുക്കുന്നതിനായിട്ട് കേരളത്തിൽ നിന്നും കേന്ദ്ര കൊമേഴ്സ് ശൃംഖലയുടെ ഭാഗമാകാൻ ഒരുങ്ങുന്നത് കുടുംബശ്രീയാണ്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും SCERT ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഇതിന്റെ PDF ആവശ്യമുള്ളവർക്ക് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം.